ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനോ? വിളിച്ചു ചോദിക്ക്, അവൻ പറയും. അവൻ എപ്പോഴും ഇങ്ങനെ ഓരോ സർപ്രൈസുകൾ ഒപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരാളെ മനസ്സിന് ഇഷ്ടപ്പെട്ടാലേ അയാൾക്ക് വേണ്ടി അവൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. അമ്മയെ ഭയങ്കര ഇഷ്ടാ. ഞങ്ങള് തമ്മിൽ സംസാരിക്കുമ്പോ ഏറ്റവും കൂടുതൽ പറയുന്നത് അമ്മയെ കുറിച്ചാ. ആ സിത്താര, ഫാക്ടറിയുടെ ഉദ്ഘാടന ദിവസം നാഗക്ഷേത്രത്തിൽ വെച്ച് ഇവരുടെ വിവാഹത്തിന്റെ തീയതി കൂടി എടുക്കാന്ന കുടുംബത്തിന്റെ ഒരു തീരുമാനം. സിത്താരയ്ക്ക് കൂടി അത് സമ്മതമാണെങ്കിൽ. അതെന്താ വിവാഹ തീയതി തീരുമാനിക്കാനായിട്ട് നാഗക്ഷേത്രത്തിൽ പോണെന്നൊരു തീരുമാനം? കളരിക്കൽ കുടുംബത്തിന്റെ പാരമ്പര്യം അനുസരിച്ച് നാഗദൈവങ്ങൾക്കാണ് പ്രാധാന്യം. നാഗദൈവങ്ങളെ വെച്ച് പൂജിക്കുന്ന തറവാടുകളിൽ അതിൻ്റെതായിട്ടുള്ള ചില ശാപങ്ങളും ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരുപാട് പഴയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പൊ എങ്ങനെയാ, പറഞ്ഞ കാര്യങ്ങളൊക്കെ സിത്താരയ്ക്ക് സമ്മതമല്ലേ? സമ്മതാണ് അല്ലേ മമ്മി? മമ്മി സമ്മതല്ലേ? എന്റെ കാര്യത്തിൽ മമ്മിക്കൊരു നോ ഇല്ല അല്ലേ? എങ്കിൽ പിന്നെ നിങ്ങൾ തീരുമാനിച്ച പോലെ നടക്കട്ടെ. എന്നാ തീയതി? അതിലും അവൻ അമ്പരപ്പിച്ചിട്ടുണ്ട്. മറ്റന്നാളാ. മറ്റൊന്ന് ഞങ്ങൾക്ക് ഓക്കെ. ഓക്കെ പറ മമ്മി. ഓക്കെ. വളരെ അടുത്ത തീയതി തന്നെ എടുക്കണം. എനിക്ക് ഗാതമോളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കൊതിയായി തുടങ്ങി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ മോളെ. അല്ല, കോഫി കുടിച്ചില്ലല്ലോ. അത് ഇനിയും ആവാലോ. സിതാര, ഞാൻ നവീനെ വിളിക്കുന്നുണ്ട്. എല്ലാ സർപ്രൈസുകൾക്കും താങ്ക്സ് പറയണല്ലോ. ശരി മോളെ. മമ്മി, നവീൻ എന്നോടുള്ള സ്നേഹം കണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ നവീന്റെ പേരില് ഫാക്ടറി രജിസ്റ്റർ ചെയ്യോ? ഞാൻ നവീനെ ഒന്ന് വിളിക്കട്ടെ. പേടിക്കുന്ന കാര്യങ്ങൾ കൺമുന്നിലേക്ക് എത്തുകയാണ്. അവർക്കൊരു സംശയവും തോന്നാത്ത രീതിയിൽ ഈ വിവാഹം മുടക്കിയേ പറ്റൂ. അല്ലെങ്കിൽ എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെടും.